ഹലോ. ഇപ്പോൾ എല്ലാവരും വെഡ്ഡിംഗ് വർക്കിനായിക്കോട്ടെ ഡ്രസ് കോഡിനായിക്കോട്ടെ എല്ലാവരും ചൂസ് ചെയ്യുന്ന അംബ്രല കട്ട് ടൈപ്പ് പലാസോ പാൻ്റാണ് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു അംബ്രല കട്ട് പലാസോ പാൻറ് എങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്കും ഇതുപോലെ അംബ്രല പലാസോ കട്ട് പാൻറ് നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ, തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അംബ്രല പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 3 മീറ്റർ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മെയിൻ പീസ് ആയിട്ട് നെറ്റ് ഫാബ്രിക് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. ഇതുപോലത്തെ നല്ലൊരു നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ മെയിൻ പീസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മളിവിടെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് പീസ് എടുക്കാം. ലൈനിങ് പീസ് നമ്മൾ ആദ്യം തന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഒരു 3 മീറ്ററാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് മടക്കി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 3 മീറ്ററിലെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1.5 മീറ്ററിലേക്ക് ചുരുങ്ങി വരും. അതായത് 3 മീറ്റർ എടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 മീറ്റർ മടക്കി 1.5 മീറ്റർ ആക്കി. ഇനി നമ്മൾ സാധാരണ നമ്മുടെ അംബ്രല ഫ്രോക്കോ അംബ്രല സ്കേർട്ടോ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് നമുക്കൊരു കോണായിട്ട് മടക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു കരഭാഗം വരുന്ന ഭാഗം ഈ ഒരു കോൺ ആദ്യം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. ഉണ്ടോ, 2 കോണും ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കരഭാഗം എന്ത് ചെയ്യുക, അടുത്ത കരഭാഗത്തേക്ക് ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ശേഷം നമ്മൾ നേരെ ഡയഗണലായിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് വശം അടുത്ത കരഭാഗത്തിന് നേരെ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഡയഗണലായിട്ട് മടക്കുക. നമ്മൾ സാധാരണ സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ഇതുപോലെ ആ ഒരു കരഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു സൈഡ് വശം വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് ഇതുപോലെയാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 സൈഡ് വശം ഒരു സൈഡിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ വിരിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പ്രകാരമാണ് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഡയഗണലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം സൈഡ് ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കാരണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇതിനകത്ത് അരവണ്ണാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ 38 സൈസ് വരുന്നൊരു പാൻറ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 38 സൈസ് വരുന്നത്. ഇതിൻ്റെ ഇറക്കം 38 സൈസ് ആണെങ്കിലും നിങ്ങളുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലത്തെ അംബ്രല കട്ട് പലാസോ പാൻറ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ ഓരോന്നും അത്രയ്ക്ക് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ അരവണ്ണാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അരവണ്ണം നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിവിടെ 38 ഇഞ്ച് സൈസിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് നമുക്ക് അരവണ്ണം വരുന്നത് നമുക്ക് 30 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. ഓക്കെ, 30 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അരവണ്ണം സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചുറ്റിപ്പിടിച്ച് കറക്റ്റായിട്ട് എടുക്കുക. ഓവർ ടൈറ്റ് ആക്കി എടുക്കാനോ ലൂസാക്കി എടുക്കാനോ പാടില്ല. അതായത് നമ്മളിപ്പോൾ അരവണ്ണം എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കയ്യിൽ ഇപ്പോൾ ഇത് അരവണ്ണമെന്ന് വിചാരിക്കുക. അരവണ്ണം എടുക്കുന്ന സമയത്ത് ഇത് നമുക്കിതുപോലെ ലൂസാക്കി പിടിച്ചെടുക്കരുത്, അതുപോലെ ഓവർ ടൈറ്റ് ആക്കി പിടിച്ചെടുക്കരുത്. നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് പിടിക്കുക. കേട്ടോ, ലൂസാക്കിയിട്ട് ടൈറ്റ് ആക്കി പിടിക്കരുത്. നിങ്ങളുടെ കറക്റ്റ് അളവ് എത്രയാണോ അത്ര അളവ് എടുക്കുക. അതാണ് നമ്മൾ അരവണ്ണം വരുന്നത്. അപ്പം നമുക്കിവിടെ 30 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. അപ്പം നമ്മളിവിടെ തുണി 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 30/4 ചെയ്യാം. നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 7 കിട്ടും. കേട്ടോ, നമ്മളിവിടെ 4 തുണിയുണ്ട്. അപ്പോൾ ഒരു ലെഗിന് 2 തുണി വരും, അടുത്ത ലെഗിന് 2 തുണി. അപ്പോൾ 4 കൂടുമ്പോഴാണ് നമുക്ക് അരവണ്ണം കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അരവണ്ണത്തിനെ 4ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30നെ 4ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു 7.5 നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിടുക. മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് കൂടുതൽ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 7 ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുട്ടികൾക്കാണ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ ഇടുക. അതായത് 7ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ 8.5 ഇഞ്ച് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വലിയവർക്കാണ് ചെയ്യുന്നതെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയിടണം. അതായത് 7ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 9 ഇഞ്ച് കിട്ടും.
ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ടോട്ടൽ അരവണ്ണത്തിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ വലിയവർക്ക് 1.5 ഇഞ്ചും കുട്ടികൾക്ക് 1 ഇഞ്ചും കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ 9 ഇഞ്ച് കിട്ടി. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് മടക്കി തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ചൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അരവണ്ണം ടോട്ടൽ നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 9 ഇഞ്ച് വരെ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് നമ്മൾ സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചൂടെ കൂട്ടിയിട്ടു. ഇനി നമുക്ക് ആ ഒരു 9 ഇഞ്ച് ഏകദേശം ഇതുപോലെ വെച്ച് നോക്കിയാൽ നമുക്ക് ഏത് ഭാഗത്താണ് വരുന്നത് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു 9 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാണ്ടോ, നമ്മൾ ഇതുപോലെ പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 9 ഇഞ്ച് കറക്റ്റ് ഏകദേശം ഏത് ഭാഗത്തേക്ക് എത്തുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഭയങ്കര ടെക്നിക്കലായിട്ടൊന്നും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് ഇതുപോലെ പറഞ്ഞിരുന്നത്. അതിനുശേഷം കണ്ടോ ഏകദേശം ഈ ഒരു 9 ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ടാപ്പ് നമ്മൾ ഇതുപോലെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുണ്ടോ ഏകദേശം ഒരു 12.5-13 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. 12 ഇഞ്ച്. ഓക്കെ, ആ ഒരു 12 ഇഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരെ താഴോട്ടേക്ക് 12.5 ഇഞ്ച്, ആ ഒരു 12.5 ഇഞ്ച് വെച്ച് നേരെ താഴോട്ടേക്ക് ഒരു സർക്കിൾ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാപ്പ് ഇതുപോലെ മാറ്റി വെച്ച് ഓരോ പോയിന്റ് ഇതുപോലെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ അവിടെ കിട്ടും, സർക്കിളിൻ്റെ ഒരു പാർട്ട്. ഓക്കെ, അത് നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇതുപോലെ ആ ഒരു മെഷർമെൻറ്റ് പിടിച്ച് ഓരോ പോയിന്റും ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വന്നാൽ അതൊന്ന് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സർക്കിൾ പോലെ തന്നെ നമ്മുടെ ഈ ഒരു അരഭാഗം നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കാരണം ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം പഠിക്കുന്നവർക്കും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം നമ്മൾ ഒറ്റ വീഡിയോ കാണിക്കുന്നത് എല്ലാ സൈസുകാരും ഇത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിവിടെ ഇറക്കം 38 ഇഞ്ചാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഇറക്കം 39, 40, 42 ഒക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കാം. നമുക്കിവിടെ 38 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു 38 ഇഞ്ച് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്, 38 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇറക്കം വരുന്നത്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അടിവശം നമ്മൾ മടക്കി അടിക്കാൻ ഒരു ഇഞ്ച് കൂട്ടും, 1.5 ഇഞ്ച് നമ്മൾ കൂട്ടണം. കാരണം അടിവശം നമ്മൾ മടക്കി അടിക്കാൻ 1 ഇഞ്ച് കൂട്ടണം. അതുപോലെ ടോപ്പ് ഭാഗം നമ്മൾ അരഭാഗം നമ്മൾ അലാസ്റ്റിക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് കൂട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 38ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടു. മനസ്സിലായല്ലോ? 1 ഇഞ്ച് നമ്മൾ അടിവശം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗം പട്ട കൂട്ടാനുള്ള ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച്, അങ്ങനെ നമ്മൾ 38ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം 39 ഇഞ്ചായി. ഓക്കെ, 39.5 ഇഞ്ച്. അപ്പം നിങ്ങളുടെ എത്രയാണോ അളവ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയായി, 39.5 ഇഞ്ചായി. ഇനി 39 ഇഞ്ചിൽ ഇനി നമ്മളൊരു ചെറിയൊരു ഭാഗം കുറക്കാനുണ്ട്. കാരണം നമുക്കിവിടെ അലാസ്റ്റിക് വരുന്നുണ്ട്. അലാസ്റ്റിക് വരുന്ന ഭാഗം എത്രയാണോ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് ആ ഒരു വീതി കുറച്ചിട്ട് വേണം നമ്മൾ ലെങ്ത് എടുക്കാൻ. കാരണം നമ്മൾ ഈ 39 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ പട്ട കൂടി വരുന്ന സമയത്ത് 1 ഇഞ്ചൂടെ പിന്നെ മെഷർമെൻറ്റ് കൂടും. അപ്പോൾ അതൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഈ 39 ഇഞ്ചിൽ നിന്ന് നിങ്ങളുടെ അലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരു വീതി നമ്മൾ കുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് കറക്റ്റ് 1 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ചാണ് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതി. അപ്പോൾ നമ്മൾ പട്ട ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടെ നമുക്ക് ലെങ്ത്ത് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ 39 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരു വീതി കൊടുക്കുക. നിങ്ങൾക്ക് 2 ഇഞ്ചാണ് വീതി വരുന്നതെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കുറക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ 39ൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ച് നമുക്ക് എത്ര കിട്ടി, 38.5. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ ആ ഒരു അരവണ്ണത്തിന് വരച്ച ലൈനിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ട മെഷർമെൻറ്റ് 38.5 ഇഞ്ചാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അപ്പോൾ 38 ഇഞ്ച് നമുക്കിനി എന്ത് ചെയ്യാം, ടോപ്പിൽ നിന്ന് അടിയിലോട്ടേക്ക് 38 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലൈനിൽ ഇതുപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു 38 ഇഞ്ച് അടിയിലോട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ടാപ്പ് കുറച്ചൊന്ന് നീക്കി വെച്ച് കൊടുക്കുക. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുക. നമ്മൾ അടിവശം ക്യാമറയിൽ കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനുശേഷം അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് ഫുള്ളായിട്ട് അടിവശത്തേക്ക് കറക്റ്റ് നമ്മുടെ ഇറക്കം നമ്മൾ 38 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ ഇറക്കം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ കാൽക്കുലേഷൻ കറക്റ്റ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ഇതുപോലെ വെച്ച് നമുക്ക് അടിവശത്ത് ഫുള്ളായിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അടിവശത്ത് നമ്മളിതുപോലെ ഉണ്ടോ, നമ്മളിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം ഇറക്കം വെച്ച് നമ്മളിതുപോലെ റൗണ്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അരവണ്ണത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അരവണ്ണം കഴിഞ്ഞു. അതേപോലെ തന്നെ അടിവശം നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് താഴെ ഭാഗം കാണിച്ചു തരാം. താഴെ ഭാഗം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, താഴെ ഭാഗം വരുന്ന സമയത്ത് നമുക്ക് 2 തുണി മുകളിൽ ഇത്രയും കുറവ് വരുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ക്രോസ് ആയിട്ടാണ് പോകുന്നത്. 2 തുണി കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരമുണ്ട്, 2 തുണി കുറച്ച് ലെങ്ത്ത് കുറവുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ അടിവശത്തിൽ പാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കിവിടെ ഒരളവ് കറക്റ്റും ഒരളവ് കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മോൾ ഭാഗം നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്, അളവ് മാറിപ്പോയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യുക, നേരെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക, നേരെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ കറക്റ്റ് ഉണ്ടോ, ഇത് ഈ 2 ലെങ്ത്ത് കുറവുള്ളത് നമ്മൾ കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് കറക്റ്റ് മെഷർമെൻ്റ് എത്തുള്ള ഭാഗം എന്ത് ചെയ്യുക, നേരെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മളിനി ജോയിൻ ചെയ്യാനുള്ള പീസ് എടുക്കുക. ജോയിൻ ചെയ്യാൻ നമ്മളിവിടെ കട്ട് ചെയ്ത വേസ്റ്റ് പീസിൽ നിന്ന് ഇതുപോലെ കോണായിട്ട് വരുന്നൊരു ഭാഗം വരുന്നുണ്ട്. ആ ഒരു കോണ് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഇതുപോലെ 2 കഷ്ണം തുണി ഉണ്ട്. 2 തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, അടിവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കറക്റ്റ് അളവ് വരുന്ന തുണി അതാ മുകളിലേക്ക് മടക്കി വെച്ച തുണി അത് നേരെ നിവർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടി. പക്ഷെ നമ്മൾ കറക്റ്റ് അളവിന് യാതൊരു കാരണവശാലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യരുത്. കുറച്ച് അധികം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കറക്റ്റ് അളവിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യാതൊരു കാരണവശാലും ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യരുത്. കാരണം വീണ്ടും ഒരു പ്രശ്നം വന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ട് കട്ട് ചെയ്യുക. അതായത് നമ്മുടെ തുണി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടോ, ഇത്രയും കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അധികമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ മെഷർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ അളവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പീസ് 2 നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ടോ, 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ആകുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകും നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ് കേട്ടോ. ക്രോച്ച് ലെങ്ത് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. കുറേ പേര് കമൻറ്റിൽ ചോദിച്ച കാര്യമായിരുന്നു ക്രോച്ച് ലെങ്ത് തന്നെ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഒരു 4 കരഭാഗം ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മൾ ക്രോച്ച് ലെങ്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രോച്ച് ലെങ്ത് കണക്കാക്കുന്നത് നോക്കാം. ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, മിസ്സായി പോരുത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ അരവണ്ണം എത്രയാണോ വരുന്നത്, നമുക്കിവിടെ 30 ഇഞ്ചാണ് അരവണ്ണം വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 ഇഞ്ചിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുക, 4 അല്ല 3 ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 30 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 ഇഞ്ചാണ് നമുക്ക് 30നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, ആ ഒരു 10 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10ൻ്റെ കൂടെ ഒന്നുകൂടെ കിട്ടുമ്പോൾ 11 ഇഞ്ച് കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് അളവ് എത്രയാണോ അരവണ്ണത്തിന് നമ്മൾ 30 ഇഞ്ച് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൂട്ടും കുറക്കൊന്നും വേണ്ട. ആ ഒരു 30 ഇഞ്ചിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ആ ഒരു 10 ഇഞ്ചിൻ്റെ കൂടെ നമ്മുടെ അഡീഷണൽ ആയിട്ട് ഒരു തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമ്മൾ 11 ഇഞ്ച് കിട്ടി. ഓക്കെ, ആ ഒരു 11 ഇഞ്ചാണ് നമ്മൾ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ഇഞ്ച് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് കയറി വരും. ആ ഒരു 1 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കി 10 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളുടെ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ച് അധികം ഇടുന്നുണ്ട്. നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ 3 ഇഞ്ച് അധികം കൂട്ടിയിട്ടാകും, നിങ്ങൾ നോക്കണ്ട. അപ്പം നമ്മളിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് കുറച്ച് അധികം കൂടുതൽ ഇട്ടതാണ്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യണ്ടോ, ഇവിടെ നമ്മൾ 11 ഇഞ്ച് 10 ഇഞ്ച് ഇവിടെ വരും, 10 ഇഞ്ച് ഇവിടെ വരും. കാരണം 1 ഇഞ്ച് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗം പോകും. ബാക്കി 10 ഇഞ്ച് നിങ്ങൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് എൻഡിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഇതുപോലെ ഒരു വര നമുക്ക് അവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു കോൺ വശം കണ്ടോ, ഈ ഒരു കോൺ വശത്ത് നിന്ന് നമുക്ക് ഈ ഒരു എൻഡിലേക്ക് നമുക്ക് കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ മാർക്ക് ചെയ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് അതൊന്ന് വരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കുന്നത് പോലെ നമുക്ക് ആ ഒരു കർവായിട്ടുള്ളൊരു ഭാഗം കൂടെ അതിനകത്ത് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലത്തെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അതിനകത്ത് നമ്മുടെ ഒരു കർവായിട്ട് നമ്മൾ ആ ഒരു കോൺ വശം വരിക. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ടൊരു കോൺ വരച്ചു കൊടുക്കാം.
ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ടൊരു കർവ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്രോച്ച് ലെങ്ത് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം 38 ഇഞ്ചിൽ കാണിച്ചത് ഞങ്ങൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതേ സെയിം പ്രൊസീജിയർ വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്കും ഇതുപോലത്തെ അംബ്രല്ല പലാസോ പാൻറ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഏരിയ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അരവണ്ണത്തിനുള്ള പട്ട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരവണ്ണം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 × 4 പീസ് നമുക്ക് വരുന്നുണ്ട്. ടോട്ടൽ 40 ഇഞ്ച് വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഒന്നിൽ 20 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് തുണി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 40 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്താലും മതി. അപ്പോൾ അത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ പട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് 2 പട്ട കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എത്ര വേണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ വീതി എത്ര വേണമെന്ന് നോക്കാം. നമ്മുടെ അലാസ്റ്റിക്, ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കാനുള്ള വീതി വേണം. അതായത് നമ്മൾ 1 ഇഞ്ച് അലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും കവർ ചെയ്യാൻ വേണ്ടി 2 ഇഞ്ച് വേണം. അത് കൂടാണ്ട് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗം കവർ ചെയ്ത് നിൽക്കണം. കൂടാണ്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വരണം. അതുപോലെ അടിയിലോട്ടേക്ക് പട്ടൻ്റെ ഭാഗം ജോയിൻ ചെയ്യാനുള്ളൊരു തയ്യൽ തുമ്പ് കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോട്ടൽ 3 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ വീതി എടുക്കുക. അതായത് 1 ഇഞ്ചാണ് അലാസ്റ്റിക് വരുന്നതെങ്കിൽ 3 ഇഞ്ച് വേണം നമ്മൾ ആ ഒരു ഇതിൻ്റെ നീളം എടുക്കാൻ വേണ്ടി. അരവണ്ണം എടുക്കുന്നതിൻ്റെ വീതി 3 ഇഞ്ച് വേണം. അതുപോലെ ലെങ്ത്ത് നമ്മൾ 40 ഇഞ്ചിൽ കൂടുതൽ വേണം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ട നമുക്ക് അലാസ്റ്റിക്കിൻ്റെ നീളമാണ്. അലാസ്റ്റിക്കിൻ്റെ നീളം എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കിവിടെ അരവണ്ണം വന്നിരിക്കുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 30 ഇഞ്ചിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കുറച്ചിട്ട് 25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ 4 ഇഞ്ച് കുറച്ച് കൊടുത്താലും മതി. 4 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ 30 - 4 നമുക്ക് 26 ഇഞ്ചാണ് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ നീളം വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അധികം കൂടുതൽ ടൈറ്റ് വേണോ കുറവ് വേണോ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത്രയും പാർട്ടാണ് നമ്മൾ കട്ടിങ്ങിനകത്ത് വരുന്നത്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്തു, അതുപോലെ അരവണ്ണത്തിനുള്ള കട്ട് ചെയ്തു, അതുപോലെ അലാസ്റ്റിക് കട്ട് ചെയ്തു, ജോയിൻ ചെയ്യാനുള്ള കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അതേ അളവിൽ തന്നെ നമുക്കിനി മെയിൻ പീസ് കട്ട് ചെയ്യണം. അപ്പോൾ മെയിൻ പീസായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നെറ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ ഈ നെറ്റ് ഫാബ്രിക് എടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് നേരെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സെയിം അളവ് ഇത് വെച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അളവ് പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നമ്മൾ നെറ്റും കട്ട് ചെയ്തു, അതുപോലെ നമ്മുടെ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി നമ്മുടെ നെറ്റിൻ്റെ അടിവശത്ത് ഇതുപോലെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരുന്നതാണ്. അപ്പം വീഡിയോ ഇത്രയും ലെങ്ത്ത് കൂടിയത് കൊണ്ട് സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ അടുത്ത ദിവസമായിരിക്കും കാണിക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ അരവണ്ണം റെഡിയാക്കാനുള്ള 2 പട്ടയും നമ്മൾ നെറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് വർക്ക് ഏകദേശം ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം സ്റ്റിച്ചിങ് വീഡിയോയുമായി കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.